അയ്യോ അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നല്ല മഴയാണല്ലേ എല്ലായിടത്തും. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നും പറയാം. പിന്നെ മക്കളെ സ്കൂളിലൊന്ന് പോകാനുണ്ട്, അവർക്ക് ബുക്കും ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കേട്ടോ, മറക്കരുതേ. ഓക്കെ. അപ്പോൾ അവർക്ക് യൂണിഫോം ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ യൂണിഫോമും പുസ്തകം ഫ്രീ ആണ്. ഇനി യൂണിഫോം തയ്ക്കാൻ കൊടുക്കണം. അപ്പോൾ എന്താ പറയുക, പിന്നെ അവർക്ക് ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പൈസ കൊടുത്തിട്ട് വാങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ മോളെ പോകണം. മോന് പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ, മോന് എപ്പോഴും എൻ്റെ ഉമ്മാൻ്റെ കുട്ടിയാണ്. അപ്പം ഉമ്മാൻ്റെ അടുത്തേക്ക് പോയിക്കൂടും. മോന് കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പം നമുക്കിനി സ്കൂൾക്ക് പോവാം. മോളെ സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം മഴയില്ല, മഴ ഉണ്ടോ, മഴ കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പോണത്. ഓക്കെ, പോലെയാ നടക്ക്. അപ്പം വാതിലൊക്കെ പൂട്ടിയിട്ട് പോട്ടെ. അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ സ്കൂളിൽ. ഇപ്പോൾ വാതിൽ ഞാൻ പൂട്ടണമൊന്നുമില്ല, കുട്ടിയിട്ട് പോകണം. കാരണം ഇവിടുത്തെ കൊണ്ടുപോകാനൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വേഗം വരുമല്ലോ. ഓക്കെ, അപ്പം ഞാൻ പോട്ടെട്ടോ. ഇവിടെ ചെയ്യാൻ പറ്റില്ല ചെരുപ്പ്. ഈ കുട ചൂടിക്കോ, കവർ ഇതാക്കണ്ട കേട്ടോ, കളയണ്ട, നിലത്തൂടണ്ട. നടക്ക്, മഴപ്പല്ലല്ലോ, നടക്ക്. ഡ്രസ്സ് ചളി തെറിച്ചണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നല്ല നല്ല കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, മോൾ ഇതാ കുട ചൂടി നടക്കുന്നു കേട്ടോ. ഇത് നമ്മളിവിടുത്തെ അങ്ങാടി കേട്ടോ ഗൈസ്, വീഡിയോ. അപ്പോൾ ഗൈസ് ഇതുണ്ടോ, സ്കൂളിൻ്റെ അടുത്തായിട്ടാണോ ഇത് വരുന്നത്? നല്ല വെള്ളം ഒലിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ചവിട്ടില്ല കേട്ടോ. ഇത് സ്കൂളാണ് കേട്ടോ ഗൈസ്. ഇത് ഹയർ സെക്കൻഡറി ആണ്. അല്ല സോറി, ഇത് 8ാം ക്ലാസ്സാണ്. ഇത് ഈ കാണുന്ന 8ാം ക്ലാസ്സാണ്. മെല്ലെ നടക്ക്. ഇതുണ്ടോ ചളി വെള്ളം? ഇവിടെ സ്കൂളാട്ടോ ഞാൻ പഠിച്ചത്. ഇതാണ് ഹയർ സെക്കൻഡറി കേട്ടോ. അപ്പോൾ മുത്തുമണികളെ നമ്മൾ UP സ്കൂളിൻ്റെ അടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ അറിയണ ഒരു താത്ത ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോരേനു. അപ്പോൾ ഇത് UP സ്കൂളാട്ടോ. ഇവിടെ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഉണ്ട്. ഒക്കെ തൊട്ടടുത്താട്ടോ, അംഗനവാടിയൊക്കെ തൊട്ടടുത്താണ്. അപ്പോൾ ഞാനൊക്കെ പഠിച്ചത് ഈ സ്കൂളിലാണ് കേട്ടോ. ഞാൻ പഠിച്ച സമയത്തൊന്നും സ്കൂൾ ഇങ്ങനെ അല്ല ഉണ്ടായിരുന്നത്, ഓടിട്ട സ്കൂളായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇതൊക്കെ വാർപ്പാക്കിയത് കേട്ടോ. അപ്പോൾ ഞാനും മോളും പിന്നെ താത്താൻ്റെ പേര് സൂറത്താത്ത കേട്ടോ. സൂറത്താത്ത ഉണ്ട്. ഇത് കുട്ടികളെ ഈ ഗ്രില്ലിട്ടിട്ടുള്ളത് കുട്ടികളെ പാർക്കാട്ടോ, ചെറിയൊരു പാർക്ക്. അപ്പോൾ ഗൈസ് ഞാൻ പഠിച്ച സ്കൂളാട്ടോ. ഞാൻ പഠിച്ച സമയത്ത് ഇങ്ങനെ ഒന്നും ഇനിയില്ല, ഓടും ഇതൊക്കെ ഇതിന് റയ്യാൻ്റെ മാഷ് ഇരുന്നുണ്ട്, ഓടേനു കേട്ടോ. ഇപ്പോൾ വാർപ്പാക്കി. ഇതിൽ വാ വാർപ്പാക്കി. ഇവിടെ ഈ ഓടൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് വാർപ്പാക്കി ഉണ്ടോ സ്കൂള്. അപ്പോൾ കുട്ടികളെ പുസ്തകങ്ങളൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട്. എന്നാൽ ചില പുസ്തകങ്ങൾ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ റിസമോളെ യൂണിഫോം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അതിന് ശേഷം പുസ്തകം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പണി നടക്കുന്നുണ്ട്. പിന്നെ ബെഞ്ചും ഇതൊക്കെ കാണുമ്പോൾ പഴയൊരു ഓർമ്മ വന്നു ഗൈസ്. പിന്നെ അങ്ങനെ മോളെ യൂണിഫോം കിട്ടിയിട്ട് അവിടുന്ന് യൂണിഫോം വാങ്ങിച്ചു. ഇവിടുത്തെ കഞ്ഞിപ്പുര കേട്ടോ, കൂട്ടുപുര. യമോക്ക് ഇതാ ബുക്കൊക്കെ വാങ്ങിയതാ. യമോക്ക് ഒരുപാട് ബുക്കുണ്ട്. ഒക്കെ ഇനി ബുക്ക് കിട്ടാണ്ട് കേട്ടോ. അതൊക്കെ ഇനി സ്കൂൾ തുറന്നിട്ട് കിട്ടുള്ളൂ. പിന്നെ എന്നെ പഠിപ്പിച്ച മാഷൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്നെ പഠിപ്പിച്ച മാഷ പേര് എന്താ പറയുക, എന്തെങ്കിലും എന്നെ പഠിപ്പിച്ച മാഷ പേരാട്ടോ ബാപ്പുട്ടി മാഷ്. നല്ല മാഷാട്ടോ. തിരിച്ചു വന്നു. അപ്പോൾ ഗൈസ് ബുക്കൊക്കെ കിട്ടി. എന്താ ഇതോളെ യൂണിഫോം, പുസ്തകം. യൂണിഫോം ഞാൻ കാണിച്ചു തരാം കേട്ടോ. റിസമോക്ക് ഇനിയും പുസ്തകം കിട്ടാണ്ട് കേട്ടോ. ഓളെ എന്താ പറയുക, ഓൾക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. മോനോക്ക് ഓൻ്റെ ഫുള്ള് പുസ്തകം കിട്ടി. പിന്നെ മോനൊക്കെ അത് വർക്ക് ബുക്കുകൾ കിട്ടാണ്ട് കൊണ്ടുണ്ട്. അപ്പോൾ മോളെ യൂണിഫോം ആദ്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഓരോ ബുക്ക് ഇതാട്ടോ, രണ്ടാളത്. ഇനി റിസക്ക് ഇനിയും കിട്ടാണ്ട്, ഒരുപാട് ബുക്കുണ്ട്. യൂണിഫോം ഇതാ. അപ്പോൾ ഇതാട്ടോ ഈ നമ്മളെ യൂണിഫോം. ഇത് 2 ബാഡ്ജ്. ഈ ഒരു ബാഡ്ജിന് 10 രൂപ കേട്ടോ. ബാഡ്ജ്. ഇത് ഷർട്ടിന് കേട്ടോ, ഇത് ഷിമ്മിക്ക്. അവർക്ക് ഷർട്ടും ഷിമ്മി അങ്ങനെയാണ് കേട്ടോ. സ്കേർട്ടും മറ്റേ ഷർട്ടൊന്നുമല്ല. 1ാം ക്ലാസ്സിൽ ഷിമ്മിയാണ് ഉണ്ടോ. റയ്യാൻക്ക് തന്നെ സെയിം ആട്ടോ. പക്ഷെ റയ്യാൻക്കുള്ളത് കിട്ടിയിട്ടില്ല, റിസമോക്ക് മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ സ്കൂളിലൊക്കെ പോയി വന്ന് അവിടെ സ്കൂളിൽ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ എത്താൻ ഏതാ നഞ്ഞ് ഉണ്ടോ,
മഴ പെയ്ത് അതുകൊണ്ട് പിന്നെ എനിക്ക് അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റായിരുന്നു കേട്ടോ. കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ കുട്ടികളെ പുസ്തകങ്ങളൊക്കെ തുന്നിയിട്ട് എടുക്കണം. തുന്നാതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പേജൊക്കെ പറഞ്ഞു പോരാ. അപ്പോൾ വലിയ സൂചി ഇവിടെ നോക്കട്ടെ, ഇവിടെ ഉണ്ട് സൂചി ഉണ്ടെങ്കിൽ വലിയ സൂചി വെച്ചിട്ട് തുന്നണം. ഓക്കെ, അപ്പോൾ ഇനി അതൊക്കെ തുന്നട്ടെ, എന്നിട്ട് പിന്നെ ലാസ്റ്റ് പൊതിയണം. അപ്പോൾ ഈ മോളെ യൂണിഫോം ഞാൻ പെട്ടെന്ന് അടിക്കാൻ കൊടുക്കാതിട്ട് അങ്ങനെ ടൈലറിൻ്റെ അടുത്തേക്ക് വന്നിട്ടോ. അവളെ അളവും കാര്യങ്ങളൊക്കെ എടുത്തു, തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുസ്തകങ്ങൾ ഞാൻ ഫുള്ള് തുന്നിയിട്ടില്ല കേട്ടോ, കാരണം തുന്നാൻ കഴിയണില്ല. അപ്പോൾ അവളെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് കൂട്ടം ഉള്ള യൂണിഫോമാട്ടോ ഷീലയെ തന്നിട്ടുള്ളത് സ്കൂളിൽ നിന്ന്. അപ്പോൾ അതൊക്കെ അളവും കാര്യങ്ങളൊക്കെ എടുത്തോട്ട് നിൽക്കട്ടെ. നമ്മൾ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ ഒരു കട. അപ്പോൾ ഈ മോളെ യൂണിഫോം പെരുന്നാൾ കഴിഞ്ഞിട്ട് കിട്ടുന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ ഓളെ 2 കൂട്ടുള്ള യൂണിഫോമാണ് കേട്ടോ, 2 കൂട്ടാണ്. ഇതിപ്പോൾ കൊണ്ടുപോയിട്ട് കിട്ടിയിട്ട് വേണം. മോളെ യൂണിഫോമൊക്കെ അടിച്ചാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറണ്ട് ഇല്ല, നല്ല മഴക്കാറുണ്ട്, അതാണ് ഇരുട്ട് പോലെ. അപ്പോൾ ചെറിയൊരു വ്ളോഗ് കേട്ടോ, ചെറിയൊരു ഉച്ച വരെ ഇല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. ഇപ്പോൾ സമയം 12 മണി ആവണം കേട്ടോ. ഇനി ഞാൻ ലൈവൊക്കെ എടുക്കട്ടെ. ഇത് നോക്കട്ടെ, മാക്സിമം ഇപ്പം തന്നെ അപ്ലോഡ് ആക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. എല്ലാവർക്കും പുസ്തകമൊക്കെ വാങ്ങിയോ ഗൈസ്? കുട്ടികൾക്കൊക്കെ ബുക്ക് വാങ്ങിയോ? നമ്മൾ ഇനി നോട്ട് ബുക്കൊക്കെ വാങ്ങണം കേട്ടോ, ഇൻഷാ അല്ലാഹ് വാങ്ങണം. വാങ്ങിയിട്ടൊന്നുമില്ല, പുസ്തകമൊക്കെ കിട്ടി. ഇനിയിപ്പോൾ യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് എത്ര ആവുമെന്നൊന്നും അറിയില്ല, അതൊക്കെ ഒരു അടിച്ച് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ല നല്ല കമൻസൊക്കെ ചെയ്യുക. പല്ല് കാട്ടുന്നുണ്ടാ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.